2 മാസവും പിന്നിട്ട് യാതൊരു ലക്ഷ്യവും കാണാത്ത ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തെരുവോരത്ത് കണി ഒരുക്കി ആശാവർക്കർമാർ വിഷുക്കണി കാണുകയും ചെയ്തു. കൂടെ നിന്നിരുന്നവരും സമരത്തിന് ആദ്യം പിന്തുണ കൊടുത്തവരുമൊക്കെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് ആ സമരം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ആശാ തൊഴിലാളികൾ എന്ന് പറയുന്നവർക്കും ആദ്യം ഉണ്ടായിരുന്ന വീര്യമൊക്കെ കെട്ടടങ്ങിയ മട്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരത്തെ നടത്തിയ പോലെ രൂക്ഷമായ ചീത്തവിളി ഒന്നും ഇപ്പോഴില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ചും മോശമായി ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇത് തീർത്ത് വീട്ടിൽ പോകണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയും സംസ്ഥാന സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഈ പ്രഹസനം തുടരുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. 10,000 രൂപയിൽ 8,200 രൂപയും നൽകുന്ന സംസ്ഥാന സർക്കാരിന് ഇതിൽ കൂടുതൽ നൽകാനും കഴിയില്ല. എന്തെങ്കിലും ആനുകൂല്യം ഇവർക്ക് അനുവദിച്ചു നൽകാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് സർക്കാർ നേരത്തെ തന്നെ നൽകുമായിരുന്നു. തെരഞ്ഞെടുപ്പൊക്കെ വളരെ വൈകാതെ വരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു പിടിവാശിക്ക് സർക്കാർ നിൽക്കുമായിരുന്നില്ല എന്നത് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ ആശാവർക്കർമാരിലും ഒരു അപേക്ഷയുടെ മുഖമാണ് കാണാൻ കഴിയുന്നത്. ഈ 2 മാസം സമയത്തിനുള്ളിൽ 5 പ്രാവശ്യം ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടും പഠിക്കാൻ സമിതിയെ നിയോഗിക്കാം എന്ന് പറഞ്ഞിട്ടും ആശമാർ കേട്ടില്ല. കേന്ദ്ര സർക്കാരിനെ കണ്ട് കേരളം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഒരു കാര്യവും അംഗീകരിച്ചു തരാൻ തയ്യാറല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ ഒരു തരത്തിലും തയ്യാറാകാതെ നിന്നവരാണ് ആശമാർ. അതേ ആശമാർക്കാണ് ഇപ്പോൾ അനുനയത്തിന്റെ ഭാഷ കൈവന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചോദിച്ചത് ഈ സമരം അവസാനിപ്പിച്ചു പോകണം എന്നുള്ള ചിന്ത ആശമാർക്കും വേണ്ടേ എന്നാണ്. ഇനി ഒന്നും സർക്കാരിന് ചെയ്യാനില്ല എന്നത് വ്യക്തമായി പറഞ്ഞിട്ടും ആശമാർക്ക് പലർക്കും ഇക്കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. 2 കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാണ്. ഒന്ന്, സമരം ചെയ്ത് ആശമാർ മടുത്തു കഴിഞ്ഞു. ഇല്ലാത്ത ഒരു കാര്യത്തിനാണ് തങ്ങളിങ്ങനെ സമരം ചെയ്യുന്നതെന്ന ബോധ്യം അവരിൽ കുറെ പേർക്കെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 2, ഇങ്ങനെ പോയാൽ സമരം അവസാനിപ്പിച്ച് നാണം കെട്ട് പോകേണ്ടി വരും, അല്ലാതെ സർക്കാർ ഇനി ഒന്നും തരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ഇത്രയും ദിവസം സമരം നടത്തിയിട്ടും തെറ്റ് തങ്ങളുടെ ഭാഗത്താണെന്ന് സമ്മതിക്കാനും ഇവർക്ക് മടി കാണും. അതുകൊണ്ട് ഇനി വേണ്ടത് സർക്കാർ ഒരു ചർച്ചയ്ക്ക് കൂടി വിളിച്ച് എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരാം എന്ന് പറയണം. അപ്പോൾ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകണം. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പാവപ്പെട്ട ഈ ആശാവർക്കർമാർ ആരുടെയൊക്കെയോ താല്പര്യത്തിന് വഴങ്ങി ഈ സമരത്തിൽ പെട്ടുപോയതാണ് എന്ന് പറയാം. ആ യാഥാർത്ഥ്യം ഇപ്പോൾ അവരും മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്നാൽ ആശാവർക്കർമാരുടെ സമരം ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറയുന്നുണ്ട്. ഇതിനോടകം ഡിമാൻഡുകളിൽ പലതും ഞങ്ങൾ നേടിയെടുത്തുവെന്നും എന്നാൽ പ്രധാനമായും ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നില്ലെന്നും സമരസമിതി നേതാവ് എസ് മിനി സമരപ്പന്തലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ആശമാർക്ക് ഒരു തുക മാറ്റിവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ സമരവേദിയിൽ വിളിച്ച് ഏപ്രിൽ 21 ആദരിക്കുമെന്നും മിനി പറയുന്നുണ്ട്. സമരം പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ഒരിഞ്ച് പിന്നോട്ടില്ല. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ജില്ലകളിലെ സമര പരിപാടികൾ ഏകോപിപ്പിക്കും. 99% ജനങ്ങളും സമരത്തിനൊപ്പമാണെന്നും മിനി പറയുന്നു. കണ്ടറിയണം ആരൊക്കെ എത്രനാൾ ഈ പ്രഹസന സമരത്തിന് ഒപ്പം ഉണ്ടാകുമെന്ന്. ഇതിനിടെ ഈ സമരത്തെപ്പറ്റി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് സിനിമാ നടൻ ജഗദീഷ് പറഞ്ഞതും ശ്രദ്ധേയമാണ്. ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ആശാവർക്കർമാരുടെ സമരം അടിസ്ഥാനപരമായ വൈഷമ്യങ്ങളിലൂടെ ജീവിതത്തിൽ ഉടക്കി ഉഴലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലമായ രൂപകൽപ്പനകൾ ഉണ്ടാക്കുന്നതിന്റെ ഇമേജുകളാണ്. ഓരോ സമരങ്ങളും സമര പ്രത്യാഘാതങ്ങളും ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞതിൽ തനിക്കൊരു ചുക്കും മനസ്സിലായില്ല എന്നാണ് ജഗദീഷ് പറയുന്നത്. സുരേഷ് ഗോപി സാർ പറയുന്നത് മാത്രമല്ല, ഈ ആശാ സമരം തന്നെ എന്തിനാണെന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ പലർക്കും ഉള്ളത്.